നമ്മൾ ഇന്ന് നേരിടുന്ന ഇപ്പോൾ സാധാരണ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ സമൂഹവും ഫാമിലിയും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ സന്തോഷ ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ സ്ട്രെസ്. അപ്പോൾ ഈ സ്ട്രെസ് തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു മനുഷ്യരുണ്ട്. എങ്ങനെ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഹോർമോൺസ്, നമ്മൾ ഡെസ്സൊക്കെ പറയുന്നുണ്ട്, അതായത് ഡോപാമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടിൻ, എൻഡോർഫിൻ ഒക്കെ എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഇന്റേണലി നമുക്ക് എങ്ങനെ നമ്മുടെ ഹാപ്പിനെസ്സിനെ നമ്മുടെ ഒരു ലൈഫിന്റെ പാർട്ടാക്കി കൊണ്ടുവരാമെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ല. അത് പല കുടുംബങ്ങളിലും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ഈ പ്രശ്നങ്ങളിൽ തന്നെ അവർ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അവരുടെ ജീവിതങ്ങളെ രോഗങ്ങൾ, ന്യൂറോ സയൻസ് പുതിയ പഠനങ്ങൾ പറയുന്ന പോലെ രോഗാതുരമായിട്ട് വരുന്ന രീതിയിലുള്ള ആ ഒരു ഹോർമോൺ ക്രിയേഷൻ സംഭവിക്കുകയും അവർ തളർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമൂഹത്തോട് എങ്ങനെ സൈക്കോളജിക്കലി ആരോഗ്യകരമായി എങ്ങനെ ജീവിക്കാം എന്നതിനെ കുറിച്ച് സാറിൻ്റെ ഒരു നിഗമനമാണ്. ഈ ഭഗവാൻ കൃഷ്ണനോട് അർജുനൻ ചോദിക്കണം, ഞാൻ എങ്ങനെ വളരെ പ്രസന്റ് ആയിട്ട് സംസാരിക്കാം? അതാണ് അയാൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എന്നുള്ളതല്ല, എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളതിനാണല്ലോ പ്രാധാന്യം. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ, വളരെ മച്ചുവേർഡായിട്ടൊക്കെ സംസാരിച്ച് സ്ഥിതപ്രജ്ഞനായിട്ട് ഇതിലൊന്നും വേവർ ചെയ്യാതെ സംസാരിക്കാൻ പഠിക്കാൻ പറ്റും. അപ്പോൾ ആകെ വെറിയിടാണ്, ടെൻസ്ഡാണ്, യുദ്ധത്തിന് നിൽക്കുകയാണ്. പരീക്ഷയ്ക്ക് പോകുന്നവൻ്റെ ഒരു മുഖം പോലെയാണ് അർജുനന്റെ മുഖം. വീട്ടിലെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവൻ്റെ മുഖവും അതുപോലെയാണ്. അപ്പോൾ ഇത് വാർ എന്ന് പറയുന്നത് ഫിസിക്കൽ വാർ അല്ല. ഭഗവത്ഗീത പഠിക്കുന്ന ഒരാൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ നമ്മൾ മുന്നേറുന്ന എല്ലാ പ്രശ്നങ്ങളുമാണ് വാർ. ആ സമയത്ത് വിഷാദമുണ്ടാവുന്നതാണ്, ദുഃഖമുണ്ടാവുന്നതാണ്, ഹാപ്പിനെസ് ഇല്ലായ്മ. അതാണ് ആദ്യത്തെ ചാപ്റ്റർ. അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മോക്ഷ സന്യാസ യോഗം. താൽക്കാലികമായിട്ടുള്ള ഹാപ്പിനെസ് അല്ല, പെർമനന്റ് ആയിട്ട് എങ്ങനെ ബ്ലിസ് ആവാം എന്നുള്ളതാണ് ആൻസർ. അതിലേക്ക് എത്തിക്കുന്ന സമയത്തുള്ള ഡയലോഗാണ് 17 അധ്യായം. ആ 17 അധ്യായത്തിലും ഈ ട്രാൻസ്ഫർമേറ്റീവ് ആയിട്ടുള്ള നോളജാണ്. അത് ഇന്നത്തെ തലമുറക്ക് പറഞ്ഞു കൊടുക്കുന്ന തരത്തിൽ ഈ പ്രോബ്ലത്തെ കാണാൻ സാധിക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ആ ഭഗവാൻ ആ സമയത്ത് പറയുന്ന ഉത്തരം, ദുഃഖേഷു അനുദിഗ്നമന സുഖേഷു വിഗത സ്പൃഹ വീത രാഗ ഭയ ക്രോധ സ്ഥിതതീർ മുന്നിരിച്ചത്. ക്രോധം, ഭയം, ദുഃഖം, സുഖം, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനെ എങ്ങനെ നമ്മൾ മോഡറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ, അല്ലാതെ ഒരാളെ ഹാപ്പി ആക്കി രാവിലെ എഴുന്നേറ്റ് കുറേ സമയം ഹാ 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 എന്നൊന്നും ചിരിച്ചാൽ നിങ്ങൾ വളരെ ഹാപ്പി ആവും ജീവിതത്തിൽ, മണ്ടത്തരാണ്. കുറേ ആള് ഈ കണ്ണടച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ, കണ്ണു തുറന്ന് കർമ്മം ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ, അല്ലാതെ കണ്ണടച്ച് ചമ്രം പറഞ്ഞിരിക്കലല്ല. ഇങ്ങനെ തെറ്റായിട്ടുള്ള മാർക്കറ്റ് ചെയ്യുന്ന കുറേ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം നടത്തുന്നവരൊക്കെ അതിന്റെ ബേസിക് ആയിട്ടുള്ള റീസൺ മനസ്സിലാക്കുമ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് പഠിപ്പിക്കുകയാണ്. നമ്മൾ പിള്ളേരൊക്കെ ഫേസ് ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല. അവർക്കൊന്നും ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ജീവിതം കൊടുക്കുക, ഈ കൂട്ടിലിട്ട് വളർത്തുന്ന കിളികളെ പോലെ, സ്പൂൺ ഫീഡിങ് എന്ന് പറയുന്ന ഒരു അവസരം പോലെ എല്ലാത്തിനെയും ഡിപ്പെൻഡൻസി ഉണ്ടാക്കി കൊടുക്കുന്ന. ഇപ്പം എന്നെ വിളിക്കുന്ന ബിടെക് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ അമ്മ വിളിക്കുന്നത്, എൻ്റെ മകൻ ബിടെക് കഴിഞ്ഞു, ഇനി എംടെക്കിന് എന്തെടുക്കണം, നിങ്ങൾ എന്താ പഠിച്ചത്? ഞാൻ 10ാം ക്ലാസ് പഠിച്ചു. ആ ബിടെക് പഠിച്ചവന് ചോദ്യം ചോദിക്കാൻ പറ്റും. ഇന്നിപ്പം എൻ്റെ വീട്ടിൽ വന്നിട്ട് കഴിഞ്ഞു, മാസ്റ്റേഴ്സ് കഴിഞ്ഞു, PhD ചെയ്യണം, പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. അവൻ്റെ അച്ഛനാണ് ഞാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, മകൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാം. 1 വർഷമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഞാൻ 3-4 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിൽ എൻ്റെ ഏതെങ്കിലും സംഭവങ്ങൾ ഞാൻ അസൈൻമെന്റ്സ് ആയിട്ട് കൊടുത്താലും ചെയ്യില്ല, കാരണം അച്ഛനാണ് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറും നമ്മൾ ഓവർ ഈ കെയർ കൊടുക്കുന്നത് കൊണ്ട്, ഒരു കുട്ടി മാത്രമല്ല ഓവർ കെയർ, നമ്മളൊക്കെ ഡിപ്പെൻഡൻ്റ് ആയിട്ടില്ല, ഇൻഡിപെൻഡൻ്റ്, ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനെയല്ല, അവർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുന്ന തരത്തിലേക്ക് അവരെ മാറ്റിയിരിക്കും. ഞാൻ ക്യാമ്പ് നടത്തുന്ന സമയത്ത് ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളൊരു കുട്ടി, രാത്രി ഭക്ഷണം ഞാൻ വെജിറ്റേറിയൻ ആണ് കൊടുക്കുക, ചിക്കൻ ഉണ്ടെങ്കിലേ ചപ്പാത്തി കഴിക്കുള്ളൂ, പ്ലേറ്റ് തട്ടുക, അവന് കിടന്നുറങ്ങിക്കോളാം. രാത്രി 11 മണിയാകുമ്പോൾ വന്നിട്ട് പറഞ്ഞു വിശക്കണു വല്ലതും, ഞാൻ ചിക്കൻ ഇല്ലേ അവന് കഴിക്കണ്ട. ജീവിതത്തിൽ ആദ്യമായിട്ട് പട്ടിണി കിടന്നവൻ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ്. രാവിലെ പുട്ടും കടലയാണ്. ആ പുട്ടും കടലയും കൊടുത്തപ്പോൾ എന്ത് രസകരമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ എൻ്റെ പടെടുത്ത് തമ്മക്കയച്ചു, എൻ്റെ മകൻ പുട്ടും കടലയും കഴിക്കുക, ഇവിടെ പിസ മാത്രമേ കഴിക്കാറുള്ളൂ, വേറെ ഒന്നും കഴിക്കാത്തവനാണ്. ആരെയാണിവൻ? എങ്ങനെയാണവൻ ഈ സ്വഭാവത്തിലെത്തിയത്? ജനിക്കുമ്പോഴേ ചിക്കനുമായിട്ടാണോ ജനിച്ചത്? ജനിക്കുമ്പോഴേ പിസയായിട്ടാണോ ജനിച്ചത്? അല്ലല്ലോ. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഓവർ കെയർ ഉണ്ടാണ്.
വല്ലാണ്ട് സ്പോയിൽ ചെയ്തിരിക്കുന്ന ഒരു ആൾക്കാർ. കാരണം ഒരു മോനേ ഉള്ളൂ, ഒരു മോളേ ഉള്ളൂ, അവരെ ഏറ്റവും നന്നാക്കണം. അങ്ങനെയല്ല. ഇതെല്ലാം പപ്പറ്റുകളാണ്. ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ തൃശ്ശൂര് രാവിലെ മസ്കറ്റിലുള്ള ഒരാളുടെ മകള്, ആ മകള് വിവാഹമൊക്കെ കഴിഞ്ഞു. പക്ഷെ വിവാഹം കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മച്യൂരിറ്റിയും ഡിസ്കഷൻസ് ഒക്കെ ഉണ്ട്. അതൊന്നുമല്ല. ഒരു 9ാം ക്ലാസ് 7ാം ക്ലാസ്സിലെ കുട്ടിയുടെ സ്വഭാവമാണ് മാരേജ് കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ കൂടെ ജീവിക്കുന്ന ഒരാളടുത്ത് നമ്മൾ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു മച്യൂരിറ്റി ഇല്ല ആ കുട്ടി. അപ്പോൾ കുട്ടികൾ വളർന്നു ഫിസിക്കലി. നമ്മൾ ഈ ബാംഗ്ലൂർ ടൊമാറ്റോ പറയാറുണ്ട്, നല്ല കാണാൻ ഭംഗിയുണ്ടാവും, പക്ഷെ അതിന് ഒരു എരിവും പുളിയില്ല എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിന്റെ എരിവും പുളിയും വിഷമവും സന്തോഷവും ദുഃഖവും ഒന്നും അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. ആ അവസ്ഥയിൽ നിന്ന് അവരെ മാറ്റിയെടുക്കണമെങ്കിൽ സൊസൈറ്റിയിൽ കുറേ പഴയ ജീവിതത്തിലേക്ക് നമ്മൾ അമ്മമാരെ, അച്ഛന്മാരെ, അമ്മൂമ്മമാരെ അവരെയൊക്കെ ആയിട്ട് ബന്ധപ്പെടുക. ന്യൂക്ലിയർ ഫാമിലി ആവാം, പക്ഷേ ഇത് ലോകം വളരെ കണക്റ്റബിളാണ്. ആ കണക്ടിവിറ്റി ഇല്ലാത്തിടത്തോളം കാലം ആഘോഷങ്ങൾ മാത്രം, ശബ്ദം മാത്രം, ആ ലോകത്ത് ജീവിക്കുന്ന പപ്പറ്റുകളായിട്ട് മാറുന്നു എന്നുള്ളതാണ് വാസ്തവം. ഞാനും കൺസേൺ ആണ്. ചോദിച്ചാൽ അതേ ചോദിക്കും. ഓക്കെ.